ബഹുമാന്യനായ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ ഇ ചന്ദ്രശേഖരൻ ഇവിടെ ഉന്നയിച്ച വിഷയം കാഞ്ഞങ്ങാട് നിയോജക മണ്ഡലത്തിലെ കിഫ്ബി പദ്ധതികളുമായി ബന്ധപ്പെട്ടാണ്. 42 കോടി 10 ലക്ഷം രൂപയുടെ ധനാനുമതി നൽകി ആരംഭിച്ച പ്രവൃത്തിയാണ് ഇവിടെ സൂചിപ്പിച്ച നീലേശ്വരം എടത്തോട് റോഡ്. ഞാനിത് വിശദവരോട് പറഞ്ഞുകൊണ്ട് ആവർത്തിക്കുന്നില്ല. എന്നാൽ പുരോഗതിയിൽ ചില പ്രയാസം വന്നു. കരാറുകാരനെ നഷ്ടോത്തരവാദിത്തത്തിൽ ടെർമിനേറ്റ് ചെയ്തു. തുടർന്ന് ഭൂമി ഏറ്റെടുക്കലിനും യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിനുമുള്ള അധിക എസ്റ്റിമേറ്റ് ഉൾപ്പെടുത്തി ധനാനുമതി 43 കോടി 27 ലക്ഷം രൂപയാക്കി പുതുക്കി നൽകി. ബാലൻസ് പ്രവൃത്തികൾക്കുള്ള എസ്റ്റിമേറ്റ് ഉൾപ്പെടെ പുതുക്കിയ ധനാനുമതിക്കായി കിഫ്ബിയിൽ നിർദ്ദേശം സമർപ്പിക്കുകയും ചെയ്തു. ഈ നിർദ്ദേശം കിഫ്ബി പരിശോധിച്ച് പൂർത്തീകരിച്ച പ്രവൃത്തികളുടെ വിവരങ്ങളും അനുബന്ധ രേഖകളും സഹിതം പുനർസമർപ്പിക്കുവാൻ നിർദ്ദേശിച്ചുകൊണ്ട് തിരികെ നൽകിയിരുന്നു. കിഫ്ബി ആവശ്യപ്പെട്ട പ്രകാരമുള്ള വിവരങ്ങൾ സഹിതമുള്ള നിർദ്ദേശത്തിന് 13/1/2025 ടെക്നിക്കൽ കമ്മിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. അതിനുള്ള തുടർ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇത് സമയബന്ധിതമായി സമർപ്പിക്കുവാൻ KRFP PMU പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോസ്ദുർഗ് പാണത്തൂർ റോഡ് പ്രവൃത്തിക്ക് കിഫ്ബി 59 കോടി 94 ലക്ഷം രൂപയുടെ ധനാനുമതി നൽകിയിരുന്നു. പിന്നീട് KSEB, വാട്ടർ അതോറിറ്റി, യൂട്ടിലിറ്റി ഷിഫ്റ്റിങ്ങിനുള്ള അധിക തുക കൂടി ഉൾപ്പെടുത്തി ഇത് 60 കോടി 32 ലക്ഷം രൂപയായി പുതുക്കി നൽകുകയും ചെയ്തു. പ്രവൃത്തി ടെൻഡർ ചെയ്ത് കരാറിൽ ഏർപ്പെട്ട് നിർമ്മാണം നടന്നു വരികയും ചെയ്യുന്നു. നിലവിൽ പ്രസ്തുത പ്രവൃത്തിയുടെ 52% പൂർത്തീകരിച്ചിട്ടുണ്ട്. പ്രവൃത്തിയുടെ ഭാഗമായി പൂടങ്കല്ല് മുതൽ 18 മൈൽ വരെ 8 കിലോമീറ്റർ നീളത്തിൽ DBM പൂർത്തീകരിച്ചിട്ടുണ്ട്. 35 കൾവർട്ടറുകളിൽ 24 എണ്ണം പൂർണ്ണമായും 3 എണ്ണം ഭാഗികമായും പൂർത്തീകരിച്ചിട്ടുണ്ട്. 2950 മീറ്റർ നീളത്തിൽ കോൺക്രീറ്റ് ഓട നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുണ്ട്. DBM പ്രവൃത്തി പൂർത്തീകരിച്ച പൂടങ്കല്ല് മുതൽ കോളിച്ചാൽ വരെയുള്ള ആദ്യ റീച്ചിൽ കോൺക്രീറ്റ് ഓട നിർമ്മാണം, റീറ്റെയിനിങ് വാൾ നിർമ്മാണം എന്നിവ പുരോഗമിച്ചു വരികയാണ്. രണ്ടാമത്തെ റീച്ചിൽ 2.68 കിലോമീറ്റർ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അതിന്റെ വിശദ വിവരങ്ങളിലേക്ക് ഞാൻ കടക്കാം. എന്തായാലും പ്രവൃത്തി താമസം കൂടാതെ പൂർത്തിയാക്കുന്നതിന് കൃത്യമായി ഇടപെടാൻ KRFP PMU പ്രൊജക്ട് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീ സജീവ് ജോസഫ്.